അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാപ്പാട് ബീച്ചിനെ കുറിച്ച് പരിചയപ്പെടാം. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു ബീച്ചാണ് ഇവിടെ. അതായത് 1498 കപ്പക്കടവ് എന്ന ഈ കാപ്പാടിലാണ് പോർച്ചുഗീസുകാരനായ വാസ്കോ ഡ ഗാമ കപ്പലിറങ്ങിയത്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി ഒരു കിടിലൻ ഒരു അന്തരീക്ഷം തന്നെയാണ്, അറ്റ്മോസ്ഫിയർ തന്നെയാണ്, നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പിന്നെ ഇവിടെ ബൈക്ക്, കാറൊക്കെ, വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. അതുപോലെ തിരക്ക് കുറവാണ്, അതുകൊണ്ട് വാഹനങ്ങളും അതേപോലെ മറ്റും പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നല്ല സ്ഥലമുണ്ട്. കാലിക്കറ്റ് ബീച്ചിലെ പോലെയല്ല, നമുക്ക് സൗകര്യമൊക്കെ കിട്ടും. കാലിക്കറ്റ് ബീച്ചിൽ തിരക്ക് കൂടുതലായതുകൊണ്ടാണ് അവിടെ പാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവുന്നത്. ഇവിടെ ആ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, കാരണം ഇവിടെ കച്ചവടക്കാർ അതേമാതിരി ടൂറിസ്റ്റുകളെ കൊണ്ടൊന്നും തിരക്കില്ല, കമ്മിയാണ്. അപ്പോൾ സ്വകാര്യത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടെ വരാനൊക്കെ പറ്റിയ നല്ലൊരു ബീച്ച് തന്നെയാണ് ഇവിടെ. നല്ല അതിമനോഹരമായൊരു സൺസെറ്റൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈവനിങ് വന്നാൽ, വൈകുന്നേരങ്ങളിൽ വന്നാൽ നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതായി കാണാൻ കഴിയും. ഇപ്പോൾ പെരുന്നാൾ അതേപോലെ നോമ്പൊക്കെ തുടങ്ങുമ്പോൾ ഇവിടെ കാപ്പാട് ബീച്ചിൽ നിന്നാണ് അധികം മാസമൊക്കെ കാണാറുള്ളത്. അപ്പോൾ നല്ല സൺസെറ്റ്, സൂര്യൻ്റെ നല്ല അതിമനോഹരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈവനിങ് ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് വെയിലൊക്കെ കമ്മിയായിരിക്കും. അതേപോലെ മറ്റ് ബീച്ചിനൊക്കെ അപേക്ഷിച്ച് നല്ല ശക്തമായ കാറ്റൊന്നുമില്ല, സാധാ ഒരു മീഡിയം കാറ്റേ ഉള്ളൂ ഇവിടെ. കാലിക്കറ്റ് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലാണ് ഈ കാപ്പാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇരിക്കാനും ഒക്കെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള ബീച്ച് തന്നെയാണ്. ഇവിടെ കുട്ടികൾക്കും അതേപോലെ പന്തൊക്കെ കളിക്കണമെങ്കിലൊക്കെ ഇവിടെ നമുക്കും എല്ലാവർക്കും ഇവിടെ കളിക്കാനൊക്കെ പറ്റും. അതുപോലെ നല്ല വൃത്തിയുള്ള ബീച്ചാണ്. നല്ല കാലിക്കറ്റ് ബീച്ചിലാരൊക്കെ നല്ല വൃത്തിയുണ്ട്. അതിമനോഹരമായ കാഴ്ചയാണ്. ഇവിടെ തിരുമാല കളിക്കുന്നത് കാണാനൊക്കെ നല്ലൊരു കാഴ്ച തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. നല്ല ഭംഗിയുണ്ട് ഇവിടെ തിരുമാലകൾ വരുന്ന ടൈമിൽ, നല്ല ഭംഗി തന്നെയാണ്. അന്ന് 1498 വാസ്കോ ഡ ഗാമ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് പിന്നെ ഒരു ശിലാസ്മാരകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷമൊക്കെയാണ് ഇവിടെയൊക്കെ ബ്രിട്ടീഷുകാരൊക്കെ വന്നത്. പിന്നെ ബീച്ചിനടുത്തുള്ള ആ പാറയിലൊക്കെ ഇരുന്ന് കടൽ നോക്കി നമുക്ക് ആസ്വദിക്കാനൊക്കെ കഴിയും. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യൂ, ഇപ്പം നിങ്ങൾക്ക് ഇതിൽ ഒരു സൈഡിൽ ചന്ദ്രനെ കാണാൻ കഴിയും. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സൂര്യൻ ജ്വലിച്ച് നിൽക്കുന്നതായി കാണാൻ കഴിയും. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണ്. അത് എല്ലാ ദിവസവും കാണാൻ കഴിയില്ല, ചില ടൈമിലാണ് കാണാൻ കഴിയുക. അതേമാതിരി പൂർണ്ണ ചന്ദ്രനും പൂർണ്ണ സൂര്യനെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും.